ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ലിനക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതായത് നമ്മൾ ഇതുവരെ ഒരു ലിനക്സ് എന്താ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, അതിൽ വരുന്ന അതിൻ്റെ സ്ട്രക്ചർ, യൂസേഴ്സ് ആരൊക്കെയാണ്, എന്താണ് ഒരു ഓപ്പൺ സോഴ്സ്, എന്താ ഒരു മൾട്ടി പ്രോസസ്സിങ് അല്ലെ മൾട്ടി ടാസ്കിങ് എന്താ, പിന്നെ ഒരു ലിനക്സിൽ നമ്മളൊരു ഫയൽ എന്താ, ഡയറക്ടറി എന്താ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷെല്ലുണ്ട്, ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ബേസിക്കായിട്ട് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതുവരെ പഠിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കി നിങ്ങളൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അല്ലെ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നൊന്നും നിങ്ങൾ കേൾക്കാത്ത കുറച്ച് അഡീഷണൽ ടേംസും കൂടി ഇന്ന് പഠിക്കാനുള്ളൂ. ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു മോഡ്യൂൾ തീരും. നിങ്ങൾ ലിനക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലിനക്സിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് SE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിനക്സിൻ്റെ പേപ്പറിൽ കൂടുതലും കമാൻഡുകളാണ്, അതായത് ലിനക്സ് കമാൻഡുകൾ വെച്ചിട്ടുള്ളതാണ് ഓരോ നമുക്ക് പഠിക്കേണ്ട ഓരോ പാർട്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫയൽസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ കുറേ ഇങ്ങനെ തിയറി എഴുതി വെച്ചിട്ട് മാർക്ക് കിട്ടില്ല. ഫയലിലാണെങ്കിൽ തന്നെ ഫയൽ കോപ്പി ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ കുറച്ച് കമാൻഡുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കമാൻഡുകൾ വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഇപ്പോൾ ഒരു എന്താണ്, ഇപ്പോൾ ഫയലാണ് ക്വസ്റ്റ്യൻ, ഫയൽ എന്താണെന്ന് എഴുതുക, അതിൻ്റെ ബേസിക് കമാൻഡ്സുകൾ എഴുതുക, അതിൻ്റെ ഓരോ എക്സാമ്പിളും എടുക്കുക. അങ്ങനെ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കുറേ ഇങ്ങനെ വരിച്ച് വാരി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. ഓക്കെ, സംഭവം കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് മെയിനായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ഫയലിൽ നിന്ന് പഠിച്ചില്ലേ, എന്താ ഡയറക്ടറിയിൽ നിന്ന് പഠിച്ചു. അതായത് ഒരു ലിനക്സ് പ്രോഗ്രാമിങ്ങിൽ എല്ലാം നമ്മൾ ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഫയൽസിനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ എ ഫോൾഡർ ആൻഡ് ദാറ്റ് ഫോൾഡർ ഈസ് ഓൾസോ കോൾഡ് എസ് ഡയറക്ടറി. അറിയാലോ, ഒരു ഡയറക്ടറി ട്രീ എന്താണെന്നും എന്താണ് ഒരു വൈൽഡ് കാർഡ്, ഇതൊരു പുതിയ ടേം ആയിരിക്കും നിങ്ങൾക്ക്. എന്താണ് ഒരു വൈൽഡ് കാർഡ്, എന്താണ് ഒരു ഹിഡൻ ഫീൽഡ്, പിന്നെ ഫയലിൽ കുറച്ച് അഡീഷണൽ കമാൻഡ്സ് ഉണ്ട്. മാന് ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ SE ഒക്കെ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു 1-2 ടോപ്പിക്ക് തന്നെ ഒരു അരമണിക്കൂറോളം പറയാനുണ്ടാവും. പക്ഷേ ഇതിൽ ഓരോന്നും സിലബസ് ഫസ്റ്റ് മോഡ്യൂൾ നോക്കുമ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഓരോന്നും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ഞാനൊരു 4-5 ടോപ്പിക്ക് അങ്ങ് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലിനക്സ് ഡയറക്ടറി സ്ട്രക്ചർ ഓർ ഡയറക്ടറി ട്രീ എന്ന് പറയും. എക്സാമിന് അഥവാ നിങ്ങളുടെ അടുത്ത് ലിനക്സ് ഡയറക്ടറി സ്ട്രക്ചറാണ് അല്ല ചോദിക്കുന്നെങ്കിലും ഡയറക്ടറി ട്രീ ആണ് ചോദിക്കുന്നെങ്കിലും രണ്ടും നിങ്ങൾക്ക് എഴുതാനുള്ള ഒരേ ആൻസറേ ഉള്ളൂ, ഇത്. ഓക്കെ, അപ്പം in Linux the directory structure is classified into these, that is here. അതായത് നമ്മളൊരു ലിനക്സിൻ്റെ ഡയറക്ടറീസ്, നമ്മൾ ഡയറക്ടറി എന്ന കളക്ഷൻ ഓഫ് ഫയൽസ് അല്ലെ ഫോൾഡേഴ്സിനാണ് നമ്മൾ ഡയറക്ടറി എന്ന് പറയാനറിയാലോ. അപ്പോൾ ഈ ലിനക്സിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡയറക്ടറീസ് ഉണ്ട്. നിങ്ങളൊരു ഫോണിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിനും ലൈക്ക് ഡൗൺലോഡ് അല്ലെ ബൈനറി, ടെമ്പ്, ബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയറക്ടറീസ് ഉണ്ടാവില്ലേ, ഹോം ഡയറക്ടറി അങ്ങനെ. അതുപോലെ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ലിനക്സിലും ഒരുപാട് ടൈപ്പ് ഓഫ് എന്തുണ്ട്, ഡയറക്ടറീസ് ഉണ്ട്. ഈ ഡയറക്ടറീസ് ഒക്കെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഡയറക്ടറി ട്രീ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ അല്ലേ, നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ ട്രീ പഠിച്ചിട്ടുണ്ടാവും. ട്രീ എന്ന് പറയുന്നത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റാണ്, ഒരു അൺഓർഡേർഡ് ഡാറ്റ സ്ട്രക്ചറാണ്. അതിൽ നമ്മൾ ഏറ്റവും ടോപ്പ് ഓഫ് ദ ട്രീ ഈസ് കോൾഡ് എസ് ദ റൂട്ട് ആൻഡ് ദ ബ്രാഞ്ചസ് ആർ കോൾഡ് എസ് ദ ചിൽഡ്രൻ. അല്ലെങ്കിൽ ഈ റൂട്ടിൽ നമ്മൾ പാരൻ്റ് എന്ന് പറയുന്നു. അങ്ങനെ കുറേ നിങ്ങൾ ബേസിക് ടേംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ദ റൂട്ട് ഓഫ് ദ ട്രീ അല്ലെങ്കിൽ ഈ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ ഇവിടുത്തെ പാരൻറ്റിനെ പറയുന്നതാണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് ഡയറക്ടറിയാണിത്, റൂട്ട് ഡയറക്ടറി റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു സ്ലാഷ് സിമ്പിൾ വെച്ചിട്ടാണ്. ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ, ഫോർവേഡ് സ്ലാഷ്. ഓക്കെ, ഫോർവേഡ് സ്ലാഷ് ആയിരിക്കും നമ്മുടെ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ഒരു റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് എന്താ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഡിഫാൾട്ടായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വന്ന് സേവ് ആവുന്ന
ഫോൾഡർ അല്ലെങ്കിൽ ഡയറക്ടറിന്ന് പറയുന്നതാണ് റൂട്ട് ഡയറക്ടറി. ഇനി ആ റൂട്ട് ഡയറക്ടറിൻ്റെ കുറേ ചിൽഡ്രൻസ് ആണ് ഈ കാണുന്നതൊക്കെ, താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ. ബിന്ന് സ്ലാഷ് എക്സെട്ര സ്ലാഷ് ഹോം സ്ലാഷ് OPT സ്ലാഷ് ടെമ്പ് സ്ലാഷ് USR സ്ലാഷ് VAR. അങ്ങനെ ഒരു 7 ടൈപ്പ് ഓഫ് ചിൽഡ്രൻസ് ഉണ്ട് ഈ റൂട്ടിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ETC എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഫോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് എന്തായാലും എന്ത് വേണം? ഒരു പാരൻറ്റ്. അപ്പോൾ ഈ എല്ലാ ചിൽഡ്രൻ ഡയറക്ടറീസും ആരെയായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? റൂട്ട് ഡയറക്ടറി. അപ്പോൾ നമ്മൾ ഏതൊരു ഫോൾഡർ അല്ലെ ഫയൽ നമ്മൾ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എവിടെ പോയിട്ട് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ? റൂട്ട്. അപ്പോൾ ബേസിക് എന്ന് പറയുന്നത് ലിനക്സിൻ്റെ ഡയറക്ടറി എന്ന് പറയുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ ഡയറക്ടറീസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓരോ ഡയറക്ടറീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Here the Linux explanation പറഞ്ഞുതരാം. The Linux directory structure is like a tree, as I already said. The base of the Linux file system hierarchy begins at the root. ഞാൻ ഓൾറെഡി പറഞ്ഞു, directories branch of the root, but everything starts at root. നമ്മൾ റൂട്ടിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് കുറേ ഫോൾഡേഴ്സ് അല്ല ഡയറക്ടറീസ് ഉണ്ടെങ്കിലും എപ്പോഴും എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ദ ഡയറക്ടറി സെപ്പറേറ്റഡ് ഇൻ ലിനക്സ് എസ് // അല്ലേ? // വെച്ചിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ബിൻ എന്ന് പറയുന്നൊരു ഫോൾഡറാണ് നമുക്ക് വേണമെങ്കിൽ അത് എങ്ങനെ എഴുതാം? // അത് ശരിക്കും ആരുടെ ചൈൽഡാണ്? റൂട്ട് അല്ലേ? ഇപ്പോൾ റൂട്ട് ബിൻ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് യൂസർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട് മേലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂസർ എന്ന് പറഞ്ഞാൽ ആ യൂസർ എന്ന് പറയുന്ന ഡയറക്ടറിയിൽ എനിക്കൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ f.text എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്മൾ ആ പാത്ത് എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഫയൽ പാത്ത് എഴുതുന്നത് റൂട്ട്, അതായത് റൂട്ടിൽ പോയിട്ട് അവിടെ നമ്മൾ യൂസർ എന്ന് പറയുന്ന ഫോൾഡർ എടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? f.txt ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാം ഏത് ഡയറക്ടറിയിൽ ഏതൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? റൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിയിലായിരിക്കും. ഇനി ഓരോന്നും പറഞ്ഞുതരാം. എന്താണ് ബിൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ബിൻ എന്ന് നിങ്ങൾ കേട്ടിട്ട് മാത്രമായിരിക്കും. നിങ്ങളുടെ ഫോണിലും ബിൻ എന്ന് പറയുന്ന ഫോൾഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് വിൻഡോസിലൊക്കെ നിങ്ങൾ ബിൻ എന്ന് കണ്ടിട്ടുണ്ടാവും. ബിൻ സ്റ്റാൻഡ് ചെയ്യുന്ന എന്താ? ബിൻ ഫോർ ബൈനറി ഫയൽസ്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ബൈനറി ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയറക്ടറിക്ക് പറയുന്നതാണ് ബൈനറി ഫയൽസ്. ഓക്കെ, അപ്പോൾ ബൈനറി ഫയൽസ് ആക്ച്വലി ആ ബൈനറി ഫയൽസ് എന്ന് പറയുന്നത് എന്താ? ബൈനറി എന്ന് പറയുന്നത് ആർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജാണ്? മെഷീനിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ആ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ബൈനറി ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാം മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബൈനറി ഫയൽസ് ഒക്കെ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ബിൻ എന്ന് പറയുന്ന ഫോൾഡറിൽ ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? ബിൻ ഫോർ ബൈനറി, അതായത് മെഷീൻ അറിയുന്ന ലാംഗ്വേജസ് അല്ലെ കോഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോൾഡറാണ് അല്ലെ ഡയറക്ടറിയാണ്. ഫോൾഡറും ഡയറക്ടറിയും സെയിം ആണ് ബിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് /etc എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറേ കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ടാവും. കോൺഫിഗറേഷൻ ഫയൽസ് ഇതുപോലുള്ള കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സിസ്റ്റം കോൺഫിഗറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് /etc ഇനി അടുത്തതാണ് /home. ഹോമും ഡയറക്ടറിയും ഹോമും റൂട്ടും വേറെയാണ്. /home എന്ന് പറയുന്നതും റൂട്ട് എന്ന് പറയുന്നതും വേറെ. പിന്നെ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ടാലും അത് റൂട്ട് തന്നെയാണ്. ഇങ്ങനെ റൂട്ട് എന്ന് എഴുതണം എന്നില്ല. ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ടാലും അത് എന്താണ്? റൂട്ടാണ്. ഓക്കെ, നേരത്തെ ഫിഗറിൽ കണ്ടില്ലേ മേലെ റൂട്ടിൻ്റെ ഒരു സ്ലാഷ്, ജസ്റ്റ് ഒരു // ഇട്ടാൽ അത് റൂട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. നേരത്തെ നമുക്ക് ഹോം എന്താണെന്ന് പറയാം. ഹോം എന്ന് പറയുന്നത് യൂസർ ഹോം ഡയറക്ടറീസ് ആർ ലൊക്കേറ്റഡ് ഇൻ /home. ഇഫ് യുവർ അക്കൗണ്ട് നെയിം ഈസ് PAT, യുവർ ഹോം ഡയറക്ടറി വിൽ ബി home/PAT. അതായത് നമുക്കിപ്പം ഓരോ യൂസറിനും ഓരോ യൂസർ അക്കൗണ്ട്സ് ഉണ്ടാവില്ലേ? ഓരോരുത്തർക്കും ഓരോ യൂസർ അക്കൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കാണ് എൻ്റെ യൂസറിൻ്റെ പേര് ഇപ്പോൾ ഷാഹിന, അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം രമിഷയ്ക്കാണെങ്കിൽ രമിഷ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ള യൂസർ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? /home അപ്പോൾ നമ്മളത് റൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലാഷ് എന്ന് പറയുന്ന റൂട്ടിൻ്റെ ആണ്. പിന്നെ ഹോം, പിന്നെ അടുത്ത സ്ലാഷ് എന്ന് പറയുന്നത്
PAT എന്ന് പറയുന്ന ഇവിടെ ഒരു എക്സാമ്പിൾ. അപ്പോൾ PAT ആണ് യൂസറെങ്കിൽ ആ ഒരു യൂസർ അക്കൗണ്ട് ഹോമിലായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് OPT. OPT ഫോർ ഓപ്ഷണൽ. എന്തെങ്കിലും ഓപ്ഷണൽ ഡാറ്റാസ് അല്ല ഓപ്ഷണൽ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് OPTയിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു, അതായത് മീൻസ് ക്രിയേറ്റ് അല്ല എക്സിക്യൂട്ട്, നമ്മൾ ഫസ്റ്റ് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ലിനക്സിൻ്റെ കുറേ സോഫ്റ്റ്വെയർസ് അതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ അല്ലാണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ അല്ലെ ഫയലോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്ഷണൽ ഡാറ്റ അല്ലെ ഓപ്ഷണൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് പറയാം, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു ഗൂഗിൾ എർത്ത് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്താ പറയുക, നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഗൂഗിൾ എർത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക, /OPT എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറി അല്ലെ ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ /OPT എന്ന് പറയുന്ന ഒന്നുമല്ല, /OPTയിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അല്ലാണ്ട് നമ്മളൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ എർത്ത് പറഞ്ഞു, അതുപോലുള്ളതിൻ്റെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് /OPT എന്ന് പറയുന്ന ഫോൾഡർ ഓർ ഡയറക്ടറിയിലായിരിക്കും. ഇനി അടുത്താണ് /TMP. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ ഫോണിൽ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ നമ്മളിപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ജസ്റ്റ് നമ്മളെ സെർച്ച് ബാറിൻ്റെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, സെർച്ച് കൊടുക്കുന്ന അവിടെ /TMP അല്ല TMP എന്ന് പറയുന്നത്. TMP സ്റ്റാൻഡ് ഫോർ ടെമ്പററി ഫയൽസ് ആണ്. ടെമ്പററി സ്പേസ്, അതായത് നമ്മളിപ്പം ജസ്റ്റ് കുറച്ച് ടൈമിലേക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഡാറ്റാസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഫോൾഡറിലായിരിക്കും. ടെമ്പററി സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും നമുക്ക് കുറേ കാലത്തേക്ക് വേണ്ട ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമ്മൾ ടെമ്പററി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം കഴിഞ്ഞാൽ എന്താവും, ആ ടെമ്പററിയിലുള്ള ഐറ്റംസൊക്കെ ക്ലിയർ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് TMP എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടിങ് സമയത്ത് ആ കുറച്ച് ഡാറ്റകൾ നമ്മൾ ആ ടെമ്പററി ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ നമ്മൾ നാളെ വന്നിട്ട് ആ ഫോൾഡറിൽ ആ ടെമ്പററി ഫയൽ ഇന്നലത്തെ ഉണ്ടോ നോക്കി ചിലപ്പോൾ കാണില്ല, കാരണം അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ആ ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ ഡാറ്റ ലോസ്റ്റ് ആയിപ്പോവും. ഓക്കെ, അടുത്തതാണ് USR അല്ലെങ്കിൽ സിംപ്ലി യൂസർ. ഇവിടെ ഒരു സ്ലാഷ് ഉണ്ട്, നോട്ട് വരുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. /USR. The USR directory is called user. അതായത് നമ്മുടെ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ബൈനറിയും എക്സിക്യൂട്ടബിളും ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, യൂസറിലായിരിക്കും. യൂസർ ഡാറ്റാസ്, അതായത് നമ്മൾ ഓരോ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം അതിൻ്റെ ബൈനറി ഫയൽ അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് യൂസർ എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും. ഇപ്പോൾ ഒരു ഹോമും യൂസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഹോം എന്ന് പറയുന്നത് ഓരോ യൂസറിനും ഓരോ യൂസർ അക്കൗണ്ട് ഉണ്ടാവും. ആ യൂസർ അക്കൗണ്ട് ആയിരിക്കും ഹോമിൽ ഉണ്ടാവുന്നത്. യൂസർ എന്ന് പറയുന്നത് ഓരോ യൂസറിൻ്റെയും പ്രോഗ്രാംസ് ആണ് ഇതിലുണ്ടാവുക, യൂസറിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഡിഫറൻസ് ക്ലിയർ ആയല്ലോ. ലാസ്റ്റത്തെ 7th one ഈസ് /var. VAR or var. The variable data such as log files reside in /var. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സ്പെഷ്യലി നമുക്ക് ഓരോ സിസ്റ്റം ലോഗ്സ് ഉണ്ടാവും. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്ന കുറേ ബൂട്ടിംഗ് ഇൻഫർമേഷൻ, അങ്ങനെ അതിന് നമ്മൾ ലോഗ് ഫയൽ എന്നാണ് പറയുക. ലോഗ് ഫയൽ സിസ്റ്റം റൺ ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസിനെ നമ്മൾ ലോഗ് ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെയുള്ള ലോഗ് ഫയൽസിൻ്റെ ഡാറ്റാസ് മൊത്തം സ്റ്റോർ ചെയ്യുന്ന ഡയറക്ടറിക്ക് പറയുന്നതാണ് /var ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡയറക്ടറി സ്ട്രക്ചർ പഠിച്ചു. ഡയറക്ടറി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദ ഡയറക്ടറി ആയിരിക്കും ഫസ്റ്റ്, അല്ലെ പാരൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് ചിൽഡ്രൻസ് ആണ് ഇത് ബൈനറി ഫയൽ, USR ഫയൽ, ഹോം ഫയൽ, ബിന്ന്, ടെമ്പ്, വാർ, പിന്നെ പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ ഓപ്ഷണൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ജസ്റ്റ് ഓരോന്നും ആ ഒരു നെയിമിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് വൈൽഡ് കാർഡ് എന്ന് പറയുന്നത്.
വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈൽഡ് കാർഡ് അല്ലെങ്കിൽ വൈൽഡ് ക്യാരക്ടർ എന്നും കൂടി ഇതിന് പറയും. വൈൽഡ് കാർഡ് അല്ല, എക്സാമിന് നിങ്ങൾ വൈൽഡ് ക്യാരക്ടർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുതണം വൈൽഡ് കാർഡ് ഓർ വൈൽഡ് ക്യാരക്ടർ. വൈൽഡ് ക്യാരക്ടേഴ്സ് നിങ്ങൾ CPPയിലൊക്കെ നിങ്ങൾ കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവില്ലേ? സ്പെഷ്യൽ സിമ്പിൾ, ആംബ്രസെൻറ്റ്, സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി സെയിം അല്ല, അല്ലാണ്ട് കുറച്ച് നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട് ലിനക്സിൽ. അതിനാണ് നമ്മൾ വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്നത്. അത് വൈൽഡ് കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ കുറേ അതായത് മീൻസ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ മാച്ച് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് വൈൽഡ് കാർഡ്. നിങ്ങൾ പാറ്റേൺ മാച്ചിങ് എന്ന് കേട്ടിട്ടുണ്ടോ? പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും കുറേ ക്യാരക്ടേഴ്സ് അല്ലെ ഒരു വലിയൊരു ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഡാറ്റാസിനെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിനക്സിൽ വൈൽഡ് കാർഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. വൈൽഡ് കാർഡിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് സ്റ്റാർ, നോട്ട്, ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ അറേൻ്റെ ഈ ഒരു സിമ്പിളില്ലേ, ഈ ഒരു ക്യാരക്ടർ സിമ്പിൾ, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ സ്റ്റാർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്റ്റാറിൽ എന്ത് പറയും? അസ്റ്ററിസ്ക് അല്ലേ? സ്റ്റാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മാച്ചസ് ഓൾ എന്നാണ്. അതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റാർ COM അല്ല, ഒരു മിനിറ്റ്, COM സ്റ്റാർ എന്ന് കൊടുത്തു വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെയാണ് അല്ലെങ്കിൽ ഒരു വേർഡിനെയാണോ സെർച്ച് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ COMPയിൽ സ്റ്റാർട്ട് ചെയ്യണം. COMP വേണ്ട, COM സ്റ്റാർ എന്ന് വിചാരിച്ചോ. അപ്പോൾ COMൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഏത് ടൈപ്പ് ഓഫ് വെച്ചാൽ മാച്ചസ് ഓൾ എന്ന് വെച്ചാൽ ഏത് ക്യാരക്ടർ അതിൻ്റെ കൂടെ ആവാം, അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ മാച്ച് ചെയ്യുന്നത്. അതായത് COMൽ ആയിരിക്കണം എന്തായാലും ആ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പക്ഷെ എൻഡ് ചെയ്യുന്നത് ഏത് ക്യാരക്ടറും ആവാം എന്നുള്ള രീതിയിലുള്ള പാറ്റേൺ മാച്ചിങ്ങിനാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയൊക്കെ ആവാം? COM കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ വേർഡ്സ് ഉണ്ടാക്കാം? COM കൊമേഴ്സ് എന്ന് എഴുതിക്കൂടെ? കമ്പ്യൂട്ടർ എഴുതിക്കൂടെ? അതായത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 3 ലെറ്റർ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പാറ്റേൺ ഓഫ് വേർഡ്സും നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതുപോലെയുള്ള പാറ്റേൺ മാച്ചിങ്ങിനാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റാർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് നോട്ട്. എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ഫ്രം സെർച്ച്. അതായത് നമ്മളിപ്പോൾ സ്റ്റാർ ഫോർ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ സെർച്ചിൽ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്ക്ലമേഷൻ അല്ലേ, 4 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ നോട്ടിൻ്റെ സിമ്പിളില്ലേ, ഈ 4 എന്ന് പറയുന്നത് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്പ്ലേയിൽ വരണം. ഇത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അടുത്തതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് മാച്ചസ് ദ എക്സാക്റ്റ് നമ്പേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. മാച്ചസ് ദ എക്സാക്റ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ $S ഇപ്പം O ക്വസ്റ്റ്യൻ മാർക്ക് N എന്ന് കൊടുത്തു വിചാരിച്ചോ. അപ്പം ഒരു ക്യാരക്ടർ അല്ലെ ഒരു വേർഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് O ആൻഡ് എൻഡഡ് വിത്ത് N ആൻഡ് ഇൻ ബിറ്റ്വീൻ എക്സാക്റ്റ് 2 ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഓപ്പൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറ്റില്ലേ, ഓവൻ, ഇതുപോലെ. അതായത് ഈ ഓൻ്റെ എന്നിൻ്റെ ഇടയിൽ 2ൽ കൂടുതൽ ക്യാരക്ടർ ഉണ്ടാവാൻ പാടില്ല. ഏത് ക്യാരക്ടർ ആവാം, പക്ഷേ 2ൽ കൂടുതൽ ക്യാരക്ടർ ആവാൻ പാടില്ല. ആ ഏത് ക്യാരക്ടർ ആണെങ്കിലും ഏതൊരു വേർഡ് ആണെങ്കിലും ഓയിലും എന്നിലും സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യണം. ഇടയിൽ നമുക്ക് എക്സാക്റ്റ് 2 ക്യാരക്ടറേ പാടുള്ളൂ. ഇതുപോലെയുള്ള സെർച്ചിങ്ങിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ അറേ സിമ്പിൾ ഇല്ലേ, അറേ സിമ്പിൾ. ഈ സിമ്പിൾ ഇറ്റ് ഇൻക്ലൂഡ് എനി ഓഫ് ദ ക്യാരക്ടർ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ബ്രാക്കറ്റ്സ്. അതായത് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ A to P എന്ന് കൊടുക്കുകയാണെങ്കിൽ A തൊട്ട് Pൻ്റെ ഇടയിലുള്ള ഏത് ക്യാരക്ടറും നമുക്ക് യൂസ് ചെയ്യാം. അതായത് P കഴിഞ്ഞിട്ട് QRST അങ്ങനെയില്ലേ, ആ ക്യാരക്ടേഴ്സ് ഒന്നും പറ്റില്ല. ഇപ്പോൾ 0 to 7 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 to 7 വരെയുള്ള പറ്റും. 8, 9 ഒന്നും നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതിനാണ് എന്ത് പറയുന്നത്, ഈ ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്.
ക്ലിയർ ആയോ? വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ക്യാരക്ടർ എന്ന് പറയും. അത് പാറ്റേൺ മാച്ചിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ കുറേ ടൈപ്സ് ഉണ്ട്. നമ്മളിവിടെ 4 ടൈപ്പാണ് പഠിക്കുന്നത്. എല്ലാ മാച്ചസ് ഓൾ എന്ന് പറയുന്നത് സ്റ്റാർ വെച്ചിട്ട്, പിന്നെ നോട്ട്, ക്വസ്റ്റ്യൻ മാർക്ക്, മറ്റേ അറേൻ്റെ ബ്രാക്കറ്റ്. ഇതിൽ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളൊരു ക്യാരക്ടർ കൊടുത്തിട്ട് സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ കഴിഞ്ഞിട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. നോട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അത് ആ ഒരു മാച്ച് പാറ്റേണിൽ ഉണ്ടാവാൻ പാടില്ല. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് എക്സാക്റ്റ് ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സേ പാടുള്ളൂ. പിന്നെ അറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഇൻ ബിറ്റ്വീൻ ഈ ഇത്രയും ക്യാരക്ടറിൻ്റെ ഉള്ളിലേ ഉണ്ടാവാൻ പാടുള്ളൂ, പുറത്ത് പോകാൻ പാടില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ നോട്ട് തരുമ്പം അതും കൂടി തരാം. ഓക്കെ, ഇനി അടുത്തതാണ് ഹിഡൻ ഫയൽസ് ഇൻ ലിനക്സ്. അതായത് നമുക്കൊരു ലിനക്സിൽ ഫയൽസിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ്, ഒരു ഫയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് പീരീഡ് ഓപ്പറേറ്റർ, ഒരു ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. ഇപ്പം നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ട്, മൂവ് ബുക്ക് ഡോട്ട് txt, ഒരു ഡോട്ടും കൂടി ബുക്ക് ഡോട്ട്, ഇവിടെ MV ആണ്, MV book.txt എന്ന് കാണുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ book.txt എന്ന് പറയുന്ന ഈ ഒരു ഫയൽ നമുക്ക് ഈ അടുത്തതെന്ന് പറയുന്നത് ആദ്യത്തെ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ആ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ഫയൽ ഹൈഡ് ചെയ്യണം എന്നുള്ള മീനിങ്ങാണ്. അതായത് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണം എന്നല്ല, മൂവി അല്ലേ ചെയ്യുക സാധാരണ. അതുകൊണ്ടാണ് MV എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ book.txt എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ഒരു ഫയൽ നമുക്ക് ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അതിൻ്റെ കമാൻഡാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹൈഡ് ചെയ്ത സാധനം കാണണമെങ്കിൽ ഉപയോഗിക്കുന്ന കോഡാണ് LS എന്തിനായിരുന്നു? ലിസ്റ്റ് ഓഫ് ഫയൽസിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു LS -A എന്ന് പറയുന്ന സിമ്പിൾ. LS -A എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത എല്ലാ ഫയൽസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്താണ് ഒരു ലിനക്സ് ഡയറക്ടറി സ്ട്രക്ചർ, അതിൽ വരുന്ന ഡയറക്ടറീസ്, അത് കഴിഞ്ഞ് ഒരു വൈൽഡ് കാർഡ് എന്താണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഹിഡൻ ഫയൽസ് എന്താണെന്ന് പറഞ്ഞു. ഹിഡൻ ഫയൽസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫയലിനെ ഹൈഡ് ചെയ്യുന്നതിനാണ് ഹിഡൻ ഫയൽസ് എന്ന് പറയുന്നത്. ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് പീരീഡ് ഓപ്പറേറ്റർ അല്ലെ ഡോട്ട് ഓപ്പറേറ്റർ. പിന്നെ നമ്മൾ ഹൈഡ് ചെയ്തതിനെ നമുക്ക് പിന്നെ കാണണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് LS എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഫയൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ LS സ്പേസ് -A എന്ന് കൊടുത്താൽ നമ്മളിപ്പോൾ ഹൈഡ് ചെയ്ത എല്ലാ ഫയൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഒരു കമാൻഡാണ് ക്യാറ്റ് കമാൻഡ്. നിങ്ങൾ കോൺകാറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? കോൺകാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺകാറ്റിനേഷൻ. അത് 2 സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുക, അല്ലെ 2 ക്യാരക്ടറിനെ കമ്പൈൻ ചെയ്യുക. അതിനൊക്കെ വേണ്ടി നമ്മൾ C++ലും ജാവയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ക്യാറ്റ് എന്ന് പറയുന്നത്. അതിന് സിമിലർ ആയിട്ടുള്ള ഫയൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ക്യാറ്റ് കമാൻഡ്. അപ്പോൾ ക്യാറ്റ് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ക്യാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോൺകാറ്റിനേഷനാണ്. കോൺകാറ്റിനേഷൻ ഓർ ക്യാറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഒരുപാട് യൂസസ് ഉണ്ട് ഒരു ക്യാറ്റ് കമാൻഡ്. ഒന്നാണ് ഡിസ്പ്ലേ ടെക്സ്റ്റ് ഫയൽ ഓൺ സ്ക്രീൻ. അതായത് ടെക്സ്റ്റ് ഫയൽസ് ഇല്ലേ, സാധാ ഫയലല്ല. അതായത് സാധാരണ നമ്മൾ ബൈനറിയോ അല്ലെ ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഓഡിയോ ഫയൽസിൻ്റെ കാര്യമല്ല പറയുന്നത്. ടെക്സ്റ്റ് ഫയൽ ഡിസ്പ്ലേ ചെയ്യാനും പുതിയൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക, റീഡ് ടെക്സ്റ്റ് ഫയൽ, മോഡിഫൈങ് ദ ഫയൽ ആൻഡ് ഫയൽ കോൺകാറ്റിനേഷൻ. അപ്പോൾ ഒരു ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് 5 ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ്. ഡിസ്പ്ലേ ടെക്സ്റ്റ് ഫയൽ, ക്രിയേറ്റ് ന്യൂ ടെക്സ്റ്റ് ഫയൽ, റീഡ് ടെക്സ്റ്റ് ഫയൽ, മോഡിഫൈങ് ദ ഫയൽ ആൻഡ് ഫയൽ കോൺകാറ്റിനേഷൻ. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ കമാൻഡും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. The basic syntax of cat command is $cat file name. പിന്നെ നമ്മൾ ഇതിൽ അതായത് ലിനക്സിൽ നമ്മൾ ഏതൊരു കമാൻഡ് കൊടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ mkdir ആണെങ്കിലും MV ആണെങ്കിലും ഒക്കെ അതിന് തൊട്ട് മുന്നേ ഡോളർ കൊടുക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ. ഇനി ഒരു സിൻടാക്സ് ആണ് $cat ഫയൽ നെയിം എന്ന് പറയുന്നത്. അപ്പം $cat ഫയൽ നെയിം, അടുത്തത് $cat ഗ്രേറ്റർ ദാൻ ഫയൽ നെയിം, പിന്നെ $cat ഓപ്ഷൻസിലെ ഫയൽ നെയിം. ഇത്രയും സിൻടാക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഇനി എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം.
ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു പറഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് ന്യൂ ടെക്സ്റ്റ് ഫയൽ യൂസിങ് ക്യാറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞില്ലേ, ക്യാറ്റ് കമാൻഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടാമതായി പറഞ്ഞ സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഡോളർ ക്യാറ്റ് ഗ്രേറ്റർ ദാൻ, ഇവിടെ ഫയൽ നെയിമല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ഡോട്ട് ടി എക്സ് ടി എന്നോ, ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഫയൽ ആയതുകൊണ്ടാണ് ടി എക്സ് ടി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വന്നത്. ടെക്സ്റ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, ഒരു പുതിയ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫയൽ വിത്ത് ദ നെയിം ഫയൽ 1.txt. അതായത് നമ്മൾക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ പേര് ഫയൽ 1.txt ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് അല്ലെ കമാൻഡാണ് ഡോളർ ക്യാറ്റ് ഗ്രേറ്റർ ദാൻ ഫയൽ 1.txt. അപ്പോൾ ഡോളർ ക്യാറ്റ് എന്ന് പറയും ഗ്രേറ്റർ ദാൻ ഫയൽ 1.txt എന്ന് പറയുമ്പോൾ ഫയൽ 1 എന്ന പേരുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആയി വരും. ഓക്കെ, ഫയൽ 1 എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ആയി വരും. ഇനി രണ്ടാമത്തെ ക്യാറ്റ് കമാൻഡിൻ്റെ യൂസാണ് വി ക്യാൻ വ്യൂ എ ഫയൽ യൂസിങ് ക്യാറ്റ് കമാൻഡ് ആൻഡ്, അതായത് നമുക്കൊരു ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഈ ഫയൽ 1 എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു, അത് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡോളർ ക്യാറ്റ് ഫയൽ ഡോട്ട് എക്സ്റ്റൻഷൻ കൊടുക്കാൻ മറക്കരുത്, TXT എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫയൽ എന്ന് പറയുന്ന ഫയൽ 1 എന്ന് പറയുന്ന ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഫംഗ്ഷനായി. ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിളാണ് കൊടുക്കുക, ജസ്റ്റ് വ്യൂ ചെയ്യാൻ ക്യാറ്റ് ഫയൽ നെയിം എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി അടുത്താണ് നമ്മൾ കോൺകാറ്റിനേഷൻ, ബേസിക് ഓപ്പറേഷൻ. അതായത് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് എന്താ, കോൺകാറ്റിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ടു ഫയൽസ്. ഇപ്പോൾ ഒരു F1 എന്ന് പറയുന്നൊരു ഫയലുണ്ട്, F2 എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടെങ്കിൽ ഇത് രണ്ടിനെയും കോൺകാറ്റിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക, വേറൊരു F3 എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡോളർ ക്യാറ്റ് sample1 ടെക്സ്റ്റ് sample2 ടെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ sample3. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് sample1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഫയലാണ്, sample2 എന്ന് പറയുന്ന സെക്കൻഡ് ഫയലാണ്. ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് sample3യിലേക്ക് സ്റ്റോർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളർ ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? അതായത് ക്യാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കോൺകാറ്റിനേഷനും ഒരു ഫയൽ വ്യൂ ചെയ്യാനും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ്. നമ്മൾ ഇത് എല്ലാം എന്ത് ടൈപ്പ് ഫയൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫയൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോളർ ക്യാറ്റ് ഗ്രേറ്റർ ദാൻ ഫയൽ നെയിം കൊടുക്കും. ഒരു ഫയൽ നമുക്ക് വ്യൂ ചെയ്യുകയാണെങ്കിൽ ഡോളർ ക്യാറ്റ് ആ ഫയൽ നെയിം കൊടുക്കാം. ഇപ്പോൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് മൂന്നാമത്തെ ഒന്നിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡോളർ ക്യാറ്റ് sample1 ഡോട്ട് ടെക്സ്റ്റ് sample2 ഡോട്ട് ടെക്സ്റ്റ്, അതായത് ഫയൽ 1 ഡോട്ട് ടെക്സ്റ്റ് ഫയൽ 2 ഡോട്ട് ടെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ഫയൽ 3 ഡോട്ട് ടെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെയാണ് ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടി. അതായത് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് അല്ലേ. അതായത് ലിനക്സിൻ്റെ സോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി നമുക്ക് ലിനക്സ് ലൈക്ക് ഉബുണ്ടോ അല്ലെങ്കിൽ ഫെഡോറയോ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് യൂസേഴ്സിന് എന്തെങ്കിലും ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് മാൻ. മാൻ എന്ന് പറയുന്നത് മാനുവലിൻ്റെ ഷോർട്ടാണ്. മാനുവൽസ് എന്ന് കേട്ടിട്ടില്ലേ? മാനുവൽസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒരു സിസ്റ്റം യൂസ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നതിനാണ് നമ്മൾ മാനുവൽസ് എന്ന് പറയുന്നത്. അപ്പം മാൻ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ സെറ്റ് ഓഫ് റെഫറൻസ് മാനുവൽസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡോളർ മാൻ കമാൻഡ്. ഇവിടെ ഓപ്ഷനിൽ കമാൻഡ് ഏതെങ്കിലും ഒരു ടൂൾ നെയിം കൊടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പം മാൻ ls എന്നാണ് കൊടുക്കുന്നതെങ്കിൽ $man ls എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാമിലാണോ ഉള്ളത് ആ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് ഓഫ് ഫയൽസ് ഇല്ലേ, അതിൻ്റെ എല്ലാം മാനുവൽസ്, അതായത് ഓപ്പറേറ്റിംഗ് മാനുവൽസോ അല്ല റെഫറൻസ് മാനുവൽസോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാൻ എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കമാൻഡാണ് മാൻ എന്ന് പറയുന്നത്. ശരിക്കും ഓൺലൈൻ റെഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്
അതിന് യൂസ് ചെയ്യുന്ന സിൻടാക്സ് $man സ്പേസ് ഏതാണോ നമ്മുടെ ടൂള് അതിൻ്റെ പേര് കൊടുക്കുക. എക്സാമ്പിൾ man ls എന്ന് കൊടുക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഫയൽസ്, ഇപ്പോൾ ഏത് പ്രോഗ്രാമിലാണോ ഉള്ള ആ പ്രോഗ്രാമിൽ ലിസ്റ്റ് ഓഫ് ഫയൽസ് കിട്ടും വിത്ത് എന്ത് അതിൻ്റെ മാനുവൽസും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, താങ്ക് യു.